ലൂയി മാർട്ടിൻ്റെ സ്നേഹബലി. സമർപ്പിത ജീവിതം വഴി തിരുസഭയിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അനുവാദത്തിനായി തന്നെ സമീപിച്ച പ്രിയമക്കൾക്ക് കണ്ണീരോടെയാണ് അനുവാദം കൊടുത്തതെങ്കിലും അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പിതാവിനെയാണ് ലൂയി മാർട്ടിനിൽ നാം ദർശിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ എഴുതി, എൻ്റെ മക്കളെ ഓരോരുത്തരായി ദാനം ചെയ്യുവാൻ കാരുണ്യവാനായ ദൈവം എന്നോട് ചോദിക്കുന്നത് എനിക്ക് എത്ര ബഹുമതിയാണ്. എങ്കിലും എൻ്റെ പ്രിയ കൊച്ചുറാണി കർമ്മലിൽ പ്രവേശിക്കാൻ നൽകിയതിന് താങ്ങാവുന്നതിലുമധികം ദുഃഖകരമായിരുന്നു. കൊച്ചുറേസ്യ കർമ്മല മഠത്തിൽ പ്രവേശിച്ചതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തെരേസ്യ എൻ്റെ കൊച്ചുറാണി ഇന്നലെ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെയൊരു ത്യാഗം ആവശ്യപ്പെടാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെക്കുറിച്ച് സഹതപിക്കേണ്ട, കാരണം എൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞൊഴുകുകയാണ്. കാരണം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തി എന്ന നിലയിൽ അതിലും അദ്ദേഹം ദൈവത്തെ കണ്ടെത്തി. കൊച്ചുറേസ്യ തന്നെ തൻ്റെ അപ്പച്ചൻ്റെ ബലിയർപ്പണത്തെക്കുറിച്ച് കഥയിൽ പറയുന്നുണ്ട്. ഇഹത്തിലെ അവസാന മഹോത്സവം ഞങ്ങളെല്ലാവരും നല്ല ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. സെലിൻ ചേച്ചിയും തൻ്റെ ദൈവവിളി അപ്പച്ചനെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ അപ്പച്ചൻ ആനന്ദബാഷ്പം കൊണ്ട് മക്കളെല്ലാവരെയും സ്വീകരിച്ച് തന്നെ ബഹുമാനിച്ച ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ പോയി. അദ്ദേഹം പറഞ്ഞു, വരുവിൻ, നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പോകാം. കർത്താവ് തൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തിനും തൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് മണവാട്ടിമാരെ തിരഞ്ഞെടുത്ത് എന്നെ ബഹുമാനിച്ചതിനും നന്ദി പറയാം. അതേ, കൂടുതൽ വിശിഷ്ടമായി എനിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ആ പറഞ്ഞ വിശിഷ്ട വസ്തു അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ഹോമബലി വസ്തുവായി സ്വീകരിച്ച് സ്വർണം തിളച്ച് തീച്ചൂളയിൽ എന്നവണ്ണം അദ്ദേഹത്തെ പരിശോധിക്കുകയും തനിക്ക് സ്വീകാര്യനാണെന്ന് വിധി അർപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.